അറിയാതെ ആ പണം മേടിക്കില്ല. ടാർജറ്റ് കൊടുത്തിരിക്കുകയാണ്. ഓരോ ഉദ്യോഗസ്ഥരും ഇത്ര രൂപ വെച്ച് പിരിച്ച് പാർട്ടി കമ്മിറ്റികൾക്ക് കൊടുക്കണമെന്ന്. അത് പാർട്ടി കമ്മിറ്റിക്ക് കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാര്, പാവപ്പെട്ട ആളുകൾ ഒരു ലൈസൻസിന് ചെന്നാൽ, ഒരു ബിൽഡിങ്ങിന് ഇത് ചെയ്യാൻ ചെന്നാൽ അവിടെ കാശ് ചോദിക്കും. പണ്ടൊക്കെ 5000 രൂപ 10000 രൂപ മതിയായിരുന്നു. ഇപ്പൊ 50,000 രൂപ 1 ലക്ഷം രൂപ. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിക്കകത്ത് നാഷണൽ ഹൈവേയിലെ ഒരു ബിൽഡിങ്ങിന് ഒരു ചെറിയ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ വന്ന ഒരു ചെറിയ ഭാഗം ചെയർമാൻ നേരിട്ട് ചെന്നു. അവിടെ ചെയർമാൻ നേരിട്ട് ചെന്ന് എന്തോ എഞ്ചിനീയർമാര് നോക്കുന്ന മാതിരിയ 10ാം ക്ലാസ് കുസ്തി പഠിക്കുന്ന ചെയർമാൻ ചെന്നിട്ട് നോക്കുകയാണ് ബിൽഡിങ്ങിന്റെ തകരാറ്. എന്നിട്ട് പറഞ്ഞു തകരാറുണ്ട്. എഞ്ചിനീയർമാരല്ല, എഞ്ചിനീയർമാർ ചെയ്തിട്ടും കൂടെ ഇവിടെ പാലം കണ്ടില്ലേ? പാലം എഞ്ചിനീയർമാർ വെച്ചു കൊടുത്തു. അപ്പം പണിത് തുടങ്ങിയപ്പോ അതിന്റെ കൂട്. അപ്പൊ എഞ്ചിനീയർമാരല്ല ഇത്, ചെയർമാൻ. ആ ചെയർമാൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ പ്രശ്നമുണ്ട്, താൻ എന്നെ നേരിട്ട് വന്ന് കാണണം. നേരിട്ട് പോയി ചെയർമാനെ കണ്ടു. ചോദിച്ച പണം പുറത്തു പറയാൻ പറ്റാത്ത ലക്ഷങ്ങൾ. അതല്ലേ മേയർ നേരിട്ട് കൗൺസിലിൽ സമ്മതിക്കേണ്ടി വന്നല്ലോ. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിക്കകത്ത് ഗുരുതരമായ അഴിമതി നടക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ പാർട്ടിക്ക് കൊടുക്കേണ്ട വിഹിതം ആ ചെയർമാൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അത് പരസ്യമായി പറഞ്ഞത്. അഴിമതി എല്ലാ രംഗത്തും. കോർപ്പറേഷനകത്ത് ഒരു കാര്യത്തിന് എന്നാൽ നടക്കില്ല, ആര് പറഞ്ഞാലും നടക്കില്ല. നടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് പറയണം. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്ന് CN മോഹനൻ പറയണം. ആരാണ് ഹെൽത്തിൽ പോകേണ്ടത്, ആരാണ് പ്ലാനിങ്ങിൽ വരേണ്ടത്, ആരാണ് എഞ്ചിനീയർ. പാർട്ടി സെക്രട്ടറി പറയണം. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ മാത്രമേ അത്തരം ഉദ്യോഗത്തിൽ വരാൻ പറ്റൂ. അത്തരം ഉദ്യോഗത്തിൽ വന്നാൽ പാർട്ടി പറയുന്നത് പിരിച്ചു കൊടുക്കാൻ ഇവരൊക്കെ ബാധ്യസ്ഥരാകുന്നു. വ്യാപകമായ അഴിമതി എവിടെ എവിടെ തൊട്ടാലും. ഇന്നിപ്പം വന്നിരിക്കുന്ന കണ്ടില്ലേ? വലിയ കൊട്ടി ഘോഷിച്ച് തമിഴ്നാട്ടിലെ BJPയുടെ പ്രസിഡന്റ് അണ്ണാമലൈ എന്ന് പറയുന്ന പ്രസിഡന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ അണ്ണാമലൈ